നിക്ക് പോകല്ലേ. എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് പച്ചവെള്ളം എന്നല്ലേ വിളിക്കുന്നത്? പക്ഷേ ആ വെള്ളത്തിന് പച്ച നിറമുണ്ടോ? ഇല്ല, അതിന് നിറമേ അല്ലല്ലോ. അപ്പോ നിറമില്ലാത്ത വെള്ളത്തിനെ എന്തിനാണ് പച്ചവെള്ളം എന്ന് വിളിക്കുന്നത്? നിറമില്ലാ വെള്ളം എന്നല്ലേ വിളിക്കേണ്ടത്? എന്താ പൊതു കഥ? നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ ഞാനെന്ന് വിളിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നീ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ഞാനാണോ അതോ നീയാണോ? ഞാൻ എനിക്ക് ഞാനാണ് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ഞാനാണെങ്കിൽ ഞാൻ എനിക്കും ഞാൻ തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ രണ്ടുപേരും ഞാനാണെങ്കിൽ പിന്നെ ആരാണ് നീ? നീ എന്ന് വിളിക്കാൻ ഇവിടെ ആരുമില്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളെ നീ എന്ന് വിളിക്കുന്നത്? എന്തപ്പോ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു സാധനം അന്വേഷിക്കുമ്പോൾ അത് എപ്പോഴും അവസാനം നോക്കുന്ന സ്ഥലത്താണ് കിട്ടുന്നത്. കാരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും അന്വേഷിക്കില്ലല്ലോ. അപ്പോൾ നോക്കാത്ത സ്ഥലത്ത് ആ സാധനം ഉണ്ടോ എന്ന് എങ്ങനെ അറിയും? കിട്ടാത്ത സ്ഥലത്ത് അത് ഇല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ കിട്ടിയ സ്ഥലത്ത് അത് ഉണ്ടെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അവിടെ ഇല്ലാത്തത് അത് ഇല്ലാത്തത് കൊണ്ടാണോ അതോ നമ്മൾ നോക്കാത്തത് കൊണ്ടാണോ? സത്യത്തിൽ ഇല്ലാത്ത സ്ഥലത്തുള്ളതും ഉള്ള സ്ഥലത്തില്ലാത്തതും നമ്മൾ നോക്കുന്നതും നോക്കാത്തതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനിയെങ്കിലും സാധനമുള്ള സ്ഥലത്ത് ആദ്യം നോക്കി സമയം ലാഭിക്കാനോ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മളൊരു ആത്മാവാണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സത്യത്തിൽ ആരാണ് നമ്മളോട് സംസാരിക്കുന്നത്? എന്റെ ആത്മാവ് നിന്റെ ആത്മാവിനോട് സംസാരിക്കുകയാണോ അതോ എന്റെ ആത്മാവിനുള്ളിലിരുന്ന് വേറൊരു ആത്മാവ് എന്നോട് തന്നെ സംസാരിക്കുകയാണോ? ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കുകയാണെങ്കിൽ നിന്റെ ഉള്ളിലിരുന്നത് കേൾക്കുന്നത് ആരാണ്? നീയല്ല, നിന്റെ ആത്മാവാണ്. ഇപ്പോൾ എന്റെ ഉള്ളിൽ ആത്മാവ് നിന്റെ ഉള്ളിൽ ആത്മാവിനോട് സംസാരിക്കുമ്പോൾ നീ എന്തിനെന്നെ നോക്കണം? നീ എന്നെയാണോ അതോ നിന്റെ ആത്മാവ് എന്റെ ആത്മാവിനോടാണോ സംസാരിക്കുന്നത്? അപ്പോൾ നിന്റെ ആത്മാവിനെ എന്നെ അറിയാമെങ്കിൽ പിന്നെ നിനക്ക് എന്തിനാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരുന്നത്? ഇതൊന്നും ശരിയല്ലോ. എനിക്കൊരു സംശയം. ഇന്നലെ ഞാൻ വിചാരിച്ചു നാളെ വരാമെന്ന്. പക്ഷെ ഇന്ന് വന്നപ്പോൾ അത് ഇന്നലെ പറഞ്ഞ നാളെയാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ഇത് ഇന്നലത്തെ നാളെയാണോ അതോ ഇന്നത്തെ ഇന്ന് തന്നെയാണോ? ഇനി നാളെ വരുമ്പോൾ അത് ഇന്നത്തെ നാളെയാകുമോ അതോ നാളത്തെ ഇന്നാകുമോ? അതായത് ഞാൻ നാളെ വരുമ്പോൾ അത് ഇന്നായി മാറും. അപ്പോൾ ആ നാളെ പിന്നെയും നാളെയാകും. ചുരുക്കത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇന്നലെ പറഞ്ഞ നാളെയിലാണോ അതോ നാളെയാകാൻ പോകുന്ന ഇന്നിലാണോ? ഈ നാളെ എന്ന് പറയുന്നത് എന്തെങ്കിലും വരുമോ? ഇനി അതോ എന്നും ഇന്നായി തീരുമോ? എന്താ പുതു കഥ? നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുന്നതിന് മുമ്പേ ഇത് കേൾക്കണം. നിങ്ങൾ ശരിക്കും നോർമലാണോ? അല്ല. നിങ്ങൾ നോർമലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ നോർമലല്ല. കാരണം നോർമലായ ഒരാൾക്ക് താൻ നോർമലാണോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോ നിങ്ങൾ നോർമലാണോ? ആണെന്ന് സ്വയം വിശ്വസിക്കുന്നത് തന്നെ നിങ്ങൾ നോർമലല്ല എന്നതിന്റെ തെളിവാണ്. ഇനി നിങ്ങൾ നോർമൽ അല്ല എന്ന് വിശ്വസിച്ചാലോ? എങ്കിൽ പിന്നെ നിങ്ങൾ നോർമലാകാൻ ഒരു ചാൻസുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മളൊക്കെ നോർമലാണോ അതോ നോർമലല്ലേ? നിങ്ങൾക്കറിയാമോ നമ്മൾക്ക് എപ്പോഴാ സങ്കടം വരുന്നതെന്ന്? എന്നാ അത് എനിക്കറിയാം. ഞാനത് വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു. ഞാൻ പറയട്ടെ അത് എപ്പോഴാണെന്ന്? എന്നാ കേട്ടോ. ഞമ്മക്ക് സങ്കടം വരുമ്പോഴല്ലേ ഞമ്മക്ക് സങ്കടം വരാ, അല്ലാതെ സന്തോഷം വരുമ്പോ സങ്കടം വരുമോ? ഇന്നക്ക് ബുദ്ധിയില്ലേ? കുറച്ചൊക്കെ ചിന്തിച്ചൂടെ? അതിനല്ലേ നിങ്ങൾക്ക് തലച്ചോറ് തന്നേക്കണത്? യൂസ് ബ്രെയിൻ. ഓക്കെ, ഞാനിപ്പോ പോണു. ഞാൻ പിന്നെ വരാം. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എങ്ങനെയാണ് നീ ഇങ്ങനെ ചിരിച്ചു നടക്കുന്നതെന്ന്. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ആരും പേടിക്കണ്ട, ഞാൻ സേഫാണ്. കാരണം എനിക്ക് വട്ടാണെന്ന് നാട്ടുകാർക്കും എനിക്ക് ഒന്നും അറിയില്ലെന്ന് വീട്ടുകാർക്കും ഉറപ്പായ സ്ഥിതിക്ക് പിന്നെ എന്തിനു ഞാൻ പേടിക്കണം? ഞാൻ സേഫാണ്. ബി ഹാപ്പി. അപ്പോ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.